ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് കഴിഞ്ഞ നാളുകളിൽ എന്നെ വിളിച്ചു. എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ എൻ്റെ 15 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ 55 വർഷമായി ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. നാളിതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെ നടത്തി. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാനുള്ളതായ ഒരു മുഖാന്തരമുണ്ട്. എനിക്കൊരു രോഗം വന്നു. ആശുപത്രിയിൽ നിന്ന് ഒക്കെ എന്നെ തള്ളി. മരണമല്ലാതെ എൻ്റെ മുൻപിൽ വേറൊന്നും കാണാനില്ലായിരുന്ന സാഹചര്യത്തിലെ സ്വർഗത്തിലെ ദൈവം എന്നെ വിടുവിച്ചു. ഞാൻ തീരുമാനമെടുത്തു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. മരിക്കേണ്ട എന്നെ ദൈവം തന്ന ആയുസ് എൻ്റെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ എന്നുള്ളതായ താല്പര്യത്തിൽ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി. അന്ന് ഞാൻ മർത്തോമ സഭയിലായിരുന്ന കാലഘട്ടമാണ്. ഒരുപാട് വർഷങ്ങളെ പള്ളിയിലെ സേവ്യ സംഘത്തിൻ്റെയൊക്കെ സെക്രട്ടറി ആയിട്ട് വേല ചെയ്യാനായിട്ട് എനിക്ക് ഇടയാക്കി. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തു അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇച്ചിരി ഓളയും കൂട്ടുവോ? ഇച്ചിരി കൂടെ ഓളയും കൂട്ടാ സിസ്റ്ററെ. ഓക്കെ, കേക്കാം. ഞാൻ റെക്കോർഡ് ചെയ്യാം. അതുകൊണ്ട് മതിയോ? മതി മതി മതി. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. 66 സങ്കീർത്തനം 16 വാക്യം ഇങ്ങനെ പറയുന്നു: സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. എൻ്റെ പ്രാണനെ മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വിടുവിച്ചു. 116 സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന പോലെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച സ്വർഗത്തിലെ ദൈവത്തെ 55 വർഷം കൊണ്ട് ആരാധിപ്പാനായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ തക്കൊന്ന സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകി. വിവാഹം കഴിക്കാതെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഈ കർത്താവിൻ്റെ വേലയോടൊപ്പം ഞാൻ 12 കുഞ്ഞുങ്ങളെയും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ജനിച്ച 18 മണിക്കൂർ മാത്രം പ്രായമുള്ളപ്പോൾ ലഭിച്ച 12 കുഞ്ഞുങ്ങളെ ഇന്ന് മൂത്ത കുട്ടിക്ക് 23 വയസ്സായി കഴിഞ്ഞു. 12 പേരിൽ 5 പേര് BSc നേഴ്സിംഗ് കഴിഞ്ഞു. മൂത്ത കുട്ടി തിരുവനന്തപുരം കുറവൻകോണം എന്ന് പറയുന്ന സ്ഥലത്തെ IASന്റെ ഒരു കോച്ചിങ് ക്ലാസ്സിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ ഇവിടെ ഓൺലൈനിൽ കൂടെ MBAക്ക് പഠിക്കുന്നു. അങ്ങനെ സ്വർഗത്തിലെ ദൈവം കുഞ്ഞുങ്ങളെ എല്ലാവരെയും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ശ്രേഷ്ഠമായി നടത്തിയ വിധങ്ങളെ തിരിഞ്ഞു നോക്കിയാൽ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കി തന്ന കർത്താവ് ആരോടും ഒന്നും തന്നെ ചോദിച്ച് വാങ്ങിക്കാതെ ദൈവം എങ്ങനെ നടത്തിയെന്ന് തിരിഞ്ഞു നോക്കിയാൽ പറയാൻ കഴിയാൻ വയ്യാത്ത വിധത്തിലാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ദൈവം വഴി നടത്തിയ ദൈവകൃപയോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ എനിക്ക് ഈ സൂം മീറ്റിങ്ങിനകത്ത് കയറുവാനും ഇവിടെ ഈ മീറ്റിങ്ങിനകത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് ചേർന്ന് സർവേശ്വരനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് ഞാൻ തിരുവചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ സാക്ഷി ഇടയ്ക്കൂടെ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഭാഗം 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യമാണ്. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, നിത്യനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ നല്ല രാത്രിയുടെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആർക്കും മുഖാമുഖമായി കണ്ട് പരിചയമില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉള്ളതുപോലെ കാണുകയും അറിയുകയും ചെയ്യുന്ന തമ്പുരാനാകിയാൽ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് രാത്രി നീ ഞങ്ങളുടെ ഹൃദയമായി സംസാരിക്കണം. നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകെ വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളെ, എല്ലാ കെട്ടുകളെ, അന്ധകാര ശക്തിയെ നീ ദൂരീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. ഒരു നിമിഷം ഞങ്ങൾ വചനവുമായി നിന്റെ പാദപിടത്തിൽ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം മക്കളെ നീ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് എല്ലാ മക്കളുടെ മേലും പകരണമേ. കർത്താവെ, അടിയന്റെ നാവിനോടുകൂടെ ഇരിക്കുമാറാകണമേ. വേണ്ടാത്ത ഒന്നും തന്നെ സംസാരിപ്പാൻ നീ ഇടയാക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ് സംസാരിപ്പാൻ നീ കൃപ നൽകും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം.
യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഇവിടെ വായിച്ചത്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിക്കി. സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആധികാരികമായി നമ്മളോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ ഉയർത്താം, പക്ഷെ ഒരു കാര്യം ചെയ്യണം, എൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്ന് നമ്മളുടെ വിഷയം വെച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഒന്നും വിടുതൽ കിട്ടത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല ദൈവം നമുക്ക് വിടുതൽ തരുന്നത്, തക്ക സമയത്ത്, ദൈവത്തിന്റെ സമയത്ത്. ചിലരിങ്ങനെ പറയാറുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചു, കുറേ നാളായി പ്രാർത്ഥിച്ചു, പക്ഷെ എൻ്റെ വിഷയത്തിന് മറുപടി കിട്ടിയില്ല. അതിന് ഉത്തരം ഈ വേദഭാഗം പറയുമ്പോൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ദൈവത്തെ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ. ബൈബിള് നാം പഠിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും, ഒരു ദാവീദിനെ ദൈവം ഉയർത്തി. ദാവീദിനെ ദൈവം ഉയർത്തിയത് ആട്ടിടച്ചെറുക്കനായിട്ട് വനാന്തരങ്ങളിലെ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ദാവീദിന്റെ ഭവനത്തില്, അല്ലെങ്കിൽ ഇശായിയുടെ ഭവനത്തില് ഒരു രാജാവിനെ തിരഞ്ഞെടുപ്പാനുള്ളതായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇളയ മകനായ ദാവീദിനെ പറഞ്ഞ് വനത്തിൽ അയക്കുകയും 7 പേരെ വിളിച്ചു നിർത്തി 7 പേരെയും തിരഞ്ഞെടുക്കാതെ ഇരിക്കുമ്പോൾ പ്രവാചകനാകുന്ന ശൗമേല് ഇശായിയോട് ചോദിച്ചു, ഇനി നിനക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇശായി പറഞ്ഞു, ഒരുവനുണ്ട്, അവൻ ആടിനെ മേയ്ക്കാനായിട്ട് പോയിരിക്കുകയാണ്. ശൗമേൽ പ്രവാചകൻ പറഞ്ഞു, അവൻ വന്നല്ലാതെ പന്തിയിൽ ഇരിക്കയില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് കടന്നു വന്നപ്പോൾ, ആളയച്ച ദാവീദിനെ വരുത്തി ദാവീദ് കടന്നു വന്നപ്പോൾ തൈലക്കൊമ്പിലെ തൈലമെടുത്ത് അവനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവായിട്ട് അവനെ തിരഞ്ഞെടുത്തു. നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, കാട്ടിലായിരുന്ന ദാവീദിനെ കൊട്ടാരത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ഉയർത്തുന്നവനായ ദൈവമാണ്. അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാനാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. അതെ, യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. അവന്റെ കൈ ബലമുള്ള കൈയാണ്. 136 സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ അവന്റെ ദയതേക്കുള്ളത്. നമ്മുടെ താഴ്ചയിൽ, നമ്മുടെ ഒന്നുമില്ലാത്ത അവസ്ഥയില്, നമ്മുടെ ഭാരമേറിയ വിഷയത്തിന്റെ മുൻപില്, ആ വിഷയവുമായിട്ട് ഇന്ന് രാത്രി നാം അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ ഉയർത്തുന്നവനായ ദൈവമാണ്. 113 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു, ഹല്ലേലൂയ. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തും. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തും. കുപ്പ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വേസ്റ്റ് എല്ലാം വാരിയിടുന്ന സ്ഥലത്തിനാണ് കുപ്പ എന്ന് പറയുന്നത്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, താഴ്ന്ന അവസ്ഥയിൽ നിന്ന്, ഭാരമേറിയ വിഷയത്തിന്റെ മുൻപില് ഉയർത്താൻ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് രാത്രിയിലെ ഹല്ലേലൂയ ഈ മീറ്റിങ്ങിനെ ഏതാണ്ട് എന്നെ കൂടെ കൂട്ടി 9 പേര് സംബന്ധിച്ചിട്ടുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ഭാരമുള്ള ചില വിഷയമായിട്ടല്ലോ നിങ്ങള് ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലെ മുഴങ്കാലം അടക്കിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട്, അവരവരുടെ ശരീരത്തിന്റെ കഷ്ടമോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, കടഭാരമുള്ളവരുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പറയാനുള്ള ഒരൊറ്റ കാര്യം, അവൻ നിന്നെ മാനിക്കുന്ന ദൈവമാണ്, അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്. 34 സങ്കീർത്തനം 8 വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയും, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിലെ നല്ലവനെന്ന് ഇന്ന് രാത്രി നമുക്ക് പറയാനായിട്ട് കഴിയും, എനിക്ക് പറയാനായിട്ട് കഴിയും. അനവധി മരണത്തിന്റെ താഴ്വരയിൽ സ്വർഗത്തിലെ ദൈവം എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇന്നേക്ക് ഒരു 7 വർഷത്തിന് മുമ്പേ ഇവിടെ ഇസ്രായേലില് ഒന്ന് പോയി, പക്ഷെ തിരിച്ചു വന്നപ്പോൾ മരണത്തിന്റെ താഴ്വരയിൽ എത്തിയ അവസ്ഥയിലാണ് ഞാൻ വന്നത്. വന്ന വീട്ടിൽ കയറി പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അവിടുന്ന് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയാണ്. 2 മണിക്കൂർ മാത്രമേ എനിക്ക് ആയുസ് പറഞ്ഞ സാഹചര്യത്തില് ഇത്രമാത്രം മരണവും ഞാനുമായിട്ട് മല്ലടിച്ചു. എന്നാൽ മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ വിടുവിച്ച്
എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ടിരിക്കാൻ തക്കൊന്ന് സ്വർഗം എന്നെ വിടുവിച്ച വിടുതലോർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. ഹല്ലേലൂയ. ഈ ദൈവവചനം പറയുന്നേ, അവന്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് ഇന്ന് രാത്രി താണിരിക്കാം. ചില വിഷമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മുമ്പ് സിസ്റ്റർ പറഞ്ഞു, യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ഭേദം വന്നു. നാം മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി അവൻ കടന്നു വരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി നീറുന്ന വിഷയത്തിന്റെ മുൻപില്, ഭാരപ്പെടുന്ന വിഷയത്തിന് മുൻപില്, വേദനിക്കുന്ന വിഷയത്തിന് മുൻപില് ദൈവ വൈതലേ, നിന്നെ ഇന്ന് രാത്രി അവൻ തൊടാൻ പോവുകയാണ്. അവൻ നിനക്ക് വേണ്ടി ഹല്ലേലൂയ എഴുന്നേൽക്കാൻ പോവുകയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവരുടെ സകല ശത്രുവും ചിതറുമെന്ന് ദൈവത്തിന്റെ വചനമാണ്. ബലമുള്ള കൈക്കില്ല ഇന്ന് രാത്രി നമുക്ക് താണിരിക്കാം. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അവൻ തരുന്ന ദൈവമാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവമാണ്. നിന്നെ വേദനിപ്പിച്ചുകൊണ്ട്, നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ട്, നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന നിന്റെ വിഷയത്തിന്റെ മേല് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൈ ഇന്ന് നിന്നെ ഈ രാത്രി നിന്നെ തൊടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില നാളുകൾ കൊണ്ട് നീ നീറിക്കൊണ്ടിരിക്കുകയാണ്. ആരെന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം തരുമെന്നോർത്ത് വേദനയോട് പ്രാർത്ഥിക്കുന്ന ഇന്ദുലേഖ, നിന്റെ വിഷയത്തിന്റെ മേല് സ്വർഗം ഇന്ന് രാത്രി അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. അവൻ അത്ഭുതം പ്രവർത്തിക്കാൻ പോകും. ഇന്ന് രാത്രി ഈ സൂം മീറ്റിങ്ങിന് കടന്നു വന്ന ചില ജീവിതങ്ങളെ തൊടാൻ പോവുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും പലരും വിചാരിച്ചിട്ടുണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണെന്ന്. എന്നാൽ മരിക്കാൻ ദൈവം നിന്നെ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. മരിക്കാൻ ആഗ്രഹിച്ച് ചൂരച്ചയുടെ ചുവട്ടിൽ പോയി ഇരുന്നതായ, ഹല്ലേലൂയ, കിടന്നതായ ഏലിയാവിനെ തട്ടി ഉണർത്തി ഏലിയാവിനെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിച്ച ദൈവമാണ് എങ്കിൽ ഇന്ന് രാത്രിയില് ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നിനക്കൊരു മിനിസ്ട്രി തന്നെങ്കില് പിന്നെ നിന്നെ ഉയർത്താൻ പോവുകയാണ്. നീ ഇരിക്കുന്നത് അവന്റെ ബലമുള്ള കൈക്കീഴിലാണ്. അവൻ നിന്നെ ഉയർത്തും. നിന്റെ തലമുറ ഉയർത്തുന്ന ദൈവമാണ്. നീറിയതായ സമയത്ത്, ഉറങ്ങാത്ത രാത്രിയില് എന്ത് ചെയ്യണമെന്നറിയാതെ മനോവ്യാകുലപ്പെട്ടപ്പോള്, തകർന്ന് തരിപ്പണമായെന്ന് മറ്റുള്ളവർ വിധി എഴുതിയപ്പോള്, വിധിയെ തിരുത്തി എഴുതിക്കൊണ്ട് ഇറങ്ങി വന്ന യുഗങ്ങളുടെ മാറയാ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഇരിക്കുന്ന ഇടത്ത് അടിയന്തര ദൂതനെ അയച്ചിട്ടുണ്ട്. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ, ആരും ഇല്ലാതിരുന്നപ്പോൾ, ഉച്ചവർ മാറിയപ്പോൾ, ഉടയവര് മാറിയപ്പോൾ ഇറങ്ങി വന്ന സ്വർഗത്തിലെ ദൈവം അവൻ നിന്നെ വിളിച്ചതാണ്, വേർതിരിച്ചതാണ്. ഹല്ലേലൂയ. അവന്റെ പദ്ധതി ഇന്ന് രാത്രികാലം ജീവിതമേ നിന്റെ മേൽ വലിയതാണ്. ഹല്ലേലൂയ. പറയുന്നു, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാം. നമുക്കൊന്ന് താണിരിക്കാം. അവൻ നമ്മളെ ഉയർത്തുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്. അടുത്ത വാക്യം വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളെയും അവന്റെ മേലിട്ട് കൊള്ളുക. നമുക്ക് കാണാനായിട്ട് കഴിയും. ഉയർത്തുക മാത്രമല്ല, കരുതുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കിക്കേ. കഴിഞ്ഞ നാളുകളിലെ 2023, 2022, 2021 കൊറോണ സമയത്ത് ദൈവം കരുതിയത് സകലമാന മനുഷ്യരും മാറിയപ്പോൾ മാറാത്ത ഒരു ദൈവം, ഹല്ലേലൂയ, കരുതിയ കരുതലിനെ ഓർക്കുമ്പോൾ നന്ദി പറയാനല്ലാതെ ഒന്നുമില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം കുഞ്ഞെ, നിനക്ക് നന്ദി പറയാനുണ്ടോ? നിനക്ക് അവനെ സ്തുതിക്കാനുണ്ടോ? അവൻ കരുതുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് വേദപുസ്തകം പഠിക്കും കാണാനായിട്ട് കഴിയുന്നു. ഏലിയാവിന് വേണ്ടി ദൈവം കരുതി. എന്താണ് ഏലിയാവിന് വേണ്ടി ദൈവം കരുതത്? ഏലിയാവിനോട് പറഞ്ഞു ദൈവം, നീ കരുതിയതുകൊണ്ട് അഴിയെ പോയി ഒളിച്ചിരിക്കാന്. അതിനൊരു വിഷയമുണ്ടല്ലോ. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ തിസ്ബേനായ ഹല്ലേലൂയ, ഏലിയാവ് എവിടെ ചെന്ന് ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവം അവനോട് പറഞ്ഞു, നീ കരുതിയതോടെ പോയി ഒളിച്ചിരിക്കാന് നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ഈ സൂം മീറ്റിങ്ങിനകത്ത് കടന്നു വന്നിരിക്കുന്ന ജീവിതമേ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഏലിയാവിന് വേണ്ടി കരുതിയവനായ ദൈവമാണ്. എന്താണ് ഏലിയാവിന് വേണ്ടി കരുതേ? ഏലിയാവിന് വേണ്ടി കാക്കയുടെ കയ്യിലെ അപ്പോ ഇറച്ചിയും രാവിലെയും വൈകിട്ടും കൊടുത്തു.
ഏലിയാവിനോട് പറഞ്ഞു, നീ തോട്ടിൽ നിന്ന് കുടിച്ചോളാൻ പറഞ്ഞു. നോക്കണേ, ഹല്ലേലൂയ. രാവിലെ കാക്ക വരും. ഒരു ഭക്തനെ കാക്കയെ കൊണ്ട് പോഷിപ്പിക്കാൻ വിശ്വസ്തനാണ് എങ്കിൽ ഇന്ന് രാത്രിയിലെ ദൈവത്തിന്റെ പൈതലെ നിന്നെ പോറ്റാന്, നിന്നെ പുലർത്താൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, കഴിഞ്ഞ നിന്റെ ജീവിതത്തിലെ കയ്പിന്റെ അനുഭവം വന്നപ്പോൾ നിനക്ക് വേണ്ടി കരുതിയ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. കരുതലെന്ന് ഓർത്ത് നോക്കിക്കേ, ഇനിയും കരുതാൻ പോവുകയാണ്. ചില ഭാരമേറിയ വിഷയത്തിന്റെ മുൻപില് സ്വപ്നം കാണാത്ത വിധത്തിൽ ദൈവം കരുതാൻ പോവുകയാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സ്വപ്നം കാണാത്ത ചില കരുതലാണ് ദൈവം കരുതുന്നത്. നോക്കണേ, ഹല്ലേലൂയ. ഒരു ഭക്തന് വേണ്ടി ദൈവം ഒരു കാക്കയെ അയച്ചു. ആമേൻ. ഇന്ന് രാത്രി കാക്ക നിന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ നിന്റെ അടുക്കൽ വന്നാല് നിനക്ക് വേണ്ടിയത് കാക്കയുടെ കയ്യിലുണ്ട്. പ്രാർത്ഥിക്കാമോ? സ്വർഗത്തിലെ ദൈവമേ, നീ എനിക്ക് വേണ്ടി കരുതണമേ, നീ എനിക്ക് വേണ്ടി കരുതണമേ, നീ എനിക്ക് വേണ്ടി കരുതണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി അവന്റെ കരുതല് 2024 അവന്റെ കരുതൽ നീ അനുഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആരോടും പറയാ ചില ഭാരമേറിയ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സ്തോത്രം. ആ പ്രാർത്ഥനയിലെ ഇറങ്ങി വരുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നു. കണ്ണുനീരിനെ മറികടന്നു പോകുന്ന ദൈവമല്ല. ഗ്ലോറി. കണ്ണുനീർ തൂക്കുമ്പോൾ മനസ്സറിയുന്നവനാണ്. ഇന്ന് രാത്രി നിന്നെ ഉയർത്തുക മാത്രമല്ല, നിനക്ക് വേണ്ടി കരുതും. ലോകപ്രകാരം കരുതല് തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവം കരുതിയാല് അത് നിത്യത വരെയും കരുതുന്നവനായ ദൈവമാണ്. നിനക്ക് വേണ്ടി കരുതുന്നവനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആകുലത ഉണ്ടെങ്കില്, ഭാരമുണ്ടെങ്കില് നമുക്ക് കർത്താവിന്റെ മേലിട. ഏലിയാവിന് വേണ്ടി കാക്കയെ കരുതി. നോക്കണേ, ഏലിയാവ് കെരീതോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. കാക്ക രാവിലെയും വൈകിട്ടും വരുന്നു. നമുക്കറിയാം, ഒരു കാക്കയുടെ ചുണ്ടിലെ ഹല്ലേലൂയ 1 കിലോ സാധനം ഒന്നും എടുത്തോണ്ട് വരാൻ പറ്റത്തില്ല. ചെറിയ ഒരു അപ്പപ്പീസും ഹല്ലേലൂയ അതിന് ഉള്ളതായ ഇറച്ചിയും മാത്രമേ ഉള്ളൂ. എന്നാല് ഈ ഭക്തനായ മനുഷ്യൻ അതിനകത്ത് സംതൃപ്തിപ്പെട്ടു. അല്പം കൊണ്ടും അധികം കൊണ്ടും അനുഗ്രഹിക്കുന്നവനായ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുന്നതിന് അത് നീ സംതൃപ്തി പ്രാപിച്ചാൽ ദൈവത്തിന്റെ കരുതൽ പിന്നെയും വലുതാണ്. അല്പമേ ഉള്ളൂ ഓർത്ത് ഭാരപ്പെടണ്ട. അല്പമേ എനിക്കുള്ളൂ എന്ന് ഓർത്ത് ഭാരപ്പെടണ്ട. അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് 2024 ചില ജീവിത സ്വർഗത്തിലെ ദൈവം നൽകാൻ പോവുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? യഹോവയാൽ സംഭവിച്ചു. മനുഷ്യദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയത്തക്കവണ്ണം ആമേൻ അബ്രഹാമിന്റെ ദൈവത്തിന്റെ കരുതല് ദൈവത്തിന്റെ വൈതല് നീ അനുഭവിക്കാൻ പോവുകയാണ്. ഇന്ന് അല്പശൂന്യതയാണ്, അല്പം വരൾച്ചയിലാണ്, കുറെ ഭാരത്തിന്റെ നടുവിലാണ്. എങ്ങനെ എന്റെ കാര്യം നടത്തുന്നോർത്ത് ഭാരപ്പെട്ടപ്പോൾ ഇന്ന് വരെ നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറയാം. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏലിയാവ് രാവിലെ നോക്കി കാക്ക വരുന്നില്ല, വൈകിട്ടും കാക്ക വന്നില്ല. കെരിതൊടിച്ചത് വെള്ളത്തിൽ നോക്കിയപ്പോ വെള്ളവുമില്ല. വെള്ളമില്ലെങ്കിലും ഭക്ഷണമില്ലെങ്കിലും ദൈവ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. എന്ത് നഷ്ടപ്പെട്ടാലും ദൈവ ശബ്ദം നഷ്ടപ്പെടരുത്. ദൈവ കൃപയിൽ നിറഞ്ഞു നിൽക്കാം. ഹല്ലേലൂയ. 2024 ഒരു ആത്മീയ ഉണർവിനായി ആഗ്രഹിക്കേ. ഹല്ലേലൂയ. ഒരു വലിയ ആത്മീയ അന്തരീക്ഷം നമ്മളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും സ്വർഗത്തിലെ ദൈവം പകരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം ഏലിയാവ് കേട്ടു. ഏലിയാവേ, നീ സറാഫാത്തിലേക്ക് പോകാൻ അവിടെ നിനക്ക് ഞാനൊരു വിധവയെ കരുതിയിട്ടുണ്ട്. ആമേൻ. അത് ആർക്കും ചിന്തിക്കാൻ വയ്യാത്ത ഒരു ശബ്ദമായ ഏലിയാവ് കേട്ടത്. പക്ഷെ ഏലിയാവ് നടന്ന് സറാഫാത്തിലെത്തി ഒരു സ്ത്രീ വിറവറക്കുന്ന കണ്ടപ്പോൾ ഏലിയാവ് യഹോവയായ ദൈവത്തിന്റെ ശബ്ദം അവന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഈ സ്ത്രീയെയാണ് നിനക്ക് വേണ്ടി കരുതിയത്. പ്രൈസ് ദി ലോർഡ്. നോക്കണേ,
കാക്ക വന്നില്ലെങ്കിലും കെരീതോട് പറ്റിയാലും ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ചിലത് നഷ്ടപ്പെട്ടെന്ന് തോന്നിയാലും ചിലതില്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെട്ടാലും ദൈവം വഴി തുറക്കുന്നവനായ ദൈവമാണ്. ഒരു വഴി അടയുമ്പോൾ 9 വഴി തുറക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. തകർന്നോ എന്ന് തോന്നിയില്ലേ? എന്ത് ഞാൻ ചെയ്യുമെന്നോർത്ത് ഭാരപ്പെട്ടില്ലേ? ഉറങ്ങാത്ത രാത്രിയില് മാനസികമായി തകർന്നതായ അവസരത്തില് ഞാൻ എവിടെ ഭാരപ്പെട്ടപ്പോൾ സ്വർഗം നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന ദൈവമാണ്. ആ സ്ത്രീയെ കണ്ടപ്പോൾ ഏലിയാവ് പറഞ്ഞു, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ തരാൻ. അവള് വെള്ളം എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, ആ കൂടുതൽ ഒരു കഷ്ണം അപ്പവും കൂടെ കൊണ്ടുവരാൻ. ആ സഹോദരി പറഞ്ഞു, ഹാരിൽ ഒരപ്പത്തിന് മാവല്ലാതെ എന്റെ തലത്തിൽ വേറൊരപ്പവും ഇല്ലെന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഞാൻ 2 വിറവ് പറക്കാൻ വന്നതാണ്. ഇത് കഴിച്ചിട്ട് ഞാനും എന്റെ മകനും മരിക്കാനിരിക്കുകയാണ്. നോക്കണേ, സറാഫാത്തിൽ ഒരു വിധവ 2 വിറക് എന്ന് പറഞ്ഞാൽ അവള് പറഞ്ഞ 1 കെട്ട് വിറവ് പറക്കാൻ വന്നവളല്ല. അതിന് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് 2 വിറകെന്ന്. ആമേൻ. ഈ 2 വിറക് എരിഞ്ഞു തീരും, അപ്പം ഉണ്ടാക്കും, അമ്മയും മകനും തിന്ന് മരിക്കുമെന്ന് കണ്ടപ്പോൾ ഇവിടെ കെരീതോട് ദൈവം പറ്റിച്ചു, കാക്കയോട് പോകണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം നമ്മളെ കട്ടത്തിലാക്കുന്ന ദൈവമാണ്. മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരാൻ വേണ്ടി ദൈവത്തിനെ കരത്തിലെടുത്ത് ഉപയോഗിക്കുന്ന ദൈവമാണ്. ഈ നാളുകൾ അപ്പുറമായി ഉപയോഗിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നു ദൈവം 2024 ഹല്ലേലൂയ ശുശ്രൂഷയുടെ വിശാലത വരുത്താൻ പോവുകയാണ്. ആത്മീയ അന്തരീക്ഷത്തിന്റെ വിശാലത വരുത്താൻ പോവുകയാണ്. വേണ്ടി സ്വർഗം എഴുന്നേൽക്കാൻ പോവുകയാണ്. സഹോദരി, നീ വളരെ ഭാരത്തിന്റെ നടുവില, വലിയ വേദനയുടെ നടുവില, എന്ത് ചെയ്യുമെന്നോർത്ത് നീറി 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 പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗ ദൂതനെ വിടുവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെരീതോട് പറ്റിക്കോട്ടെ, കാക്ക വരാതെ ഇരുന്നോട്ടെ, ഒരു സറാപാത്തൊരുക്കി നിന്നെ പുലർത്തുന്നവനായ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. കരുതുന്ന ദൈവത്തിന്റെ കരുതല് നോക്കിക്കേ. ഹല്ലേലൂയ. ഏലിയാവ് അവിടെ ചെന്നു. ആമേന്. ഏലിയാവിന് അപ്പം ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഏലിയാവ് പറഞ്ഞു, ഇനി നീ പോയി അപ്പം ഉണ്ടാക്കിക്കൊള്ളാന്. അവൾ ആദ്യം പറഞ്ഞു, ഒരപ്പത്തിന്റെ മാവല്ലാതെ ഒന്നുമില്ല എന്ന്. എന്നാൽ ഓർക്കണേ, ദൈവം മക്കളെ, സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി അവൾ ചെയ്തപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി വൻകാര്യം ചെയ്തു. അവൾ അവിടെ നോക്കിയപ്പോൾ മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എത്ര വർഷത്തേക്കാ മഴ പെയ്ത് ധാന്യം വിളഞ്ഞ് ഹല്ലേലൂയ മാവുണ്ടാക്കുന്ന കാലഘട്ടം വരെ അവിടെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, അവിടെ തുരുത്തിലെ എണ്ണ തീർന്നു പോയില്ല. നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം ഇന്ന് രാത്രികാലം ഇന്ദിലക സിസ്റ്ററെ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം. മകളെ, നീ സ്വപ്നം കാണാത്ത ചില നന്മയുടെ പാതയിൽ നിന്നെ നടത്താൻ പോവുകയാണ്. ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്തെങ്കിലേ ഹല്ലേലൂയ തിരഞ്ഞെടുപ്പ് പിന്നെയും വലിയതാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഉണ്ണി എന്ന് പറയുന്നതായ ഹല്ലേലൂയ ഒരു ആ വ്യക്തിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, അവൻ കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണയാണ്. ആമേൻ. നീറുന്ന വിഷയത്തിന്റെ മേലെ, ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേലെ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവ പൈതലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ നമ്മുടെ കണ്ണാലെ കാണാൻ പോവുകയാണ്. നമ്മുടെ കണ്ണാലെ അത് കാണാൻ പോവുകയാണ്. തങ്കമണി സിസ്റ്ററെ ദൈവത്തിന്റെ ഒരു വലിയ വിടുതൽ അനുഭവിക്കാൻ പോവുകയാണ്. ഒരു വലിയ വിടുതല് ഹല്ലേലൂയ. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വിടുതലാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം കരുതുന്നത് വിശ്വാസത്താലല്ല, കണ്ണാൽ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കറിയാം ഹല്ലേലൂയ അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞപ്പോൾ ഇസ്ഹാക്കുമായി യാഗം കഴിക്കാനായിട്ട് ഹല്ലേലൂയ യാത്ര ചെയ്ത് ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കാൻ, ഞാനും മകനും പോയി യാഗം കഴിച്ച് മടങ്ങി വരാമെന്നും പറഞ്ഞ് മോറിയ മലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ബാലൻ അപ്പനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പ യാഗത്തിനുള്ള മൃഗം എവിടെ? യാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടെ? പ്രൈസ് ദി ലോർഡ്. അബ്രഹാം
എൻ്റെ ഒരു ഭാവനയാണ്, ചിന്തയാണ്, ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത്. മകനെ ഹല്ലേലൂയ ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞ അബ്രഹാമിന്റെ മനസ്സിനകത്ത് മുഴുവനും മകനെ നീയാണ് ആ ആട്ടുംകുട്ടി, നീയാണ് ആ യാഗത്തിന്റെ മൃഗം. അവനോട് ആ നിമിഷം പറഞ്ഞിട്ടില്ല എങ്കിലും അബ്രഹാമിന്റെ ഹൃദയത്തിനകത്ത് ആ ഉറപ്പോട് കൂടി കടന്നു എന്ന അപ്പനും മകനും യാഗപീഠം പണിതു. ബാലനെ യാഗപീഠത്തിന് മേൽ കെട്ടി. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല ദൈവം ഒന്നും അനങ്ങാഞ്ഞത്. എന്നാലേ ദൈവത്തിന് സ്തോത്രം. കത്തിയെടുത്ത് കുഞ്ഞിനെ ഓർക്കണം, ഓമന കുഞ്ഞിനെ കറക്കാനായിട്ട് കത്തി ഉയർത്തിയപ്പോൾ അബ്രഹാമിന്റെ പിന്നിൽ നിന്ന് ഒരു വിളി, അബ്രഹാമേ. ഒരു വിളിയിൽ അവൻ കേട്ടില്ല എങ്കിൽ ഒന്നുകൂടെ വിളിച്ചു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അവന് വേണ്ടി ഒരാട്ടുംകുട്ടി പിൻപുറത്തെ. ഹല്ലേലൂയ ആമേ. ദൈവം കരുതി. അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിന് വേണ്ടി ഒരാട്ടുംകുട്ടിയെ കരുതിയെങ്കിലേ ദൈവത്തിന്റെ പൈതലെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവം കരുതാൻ പോവുകയാണ്. ഭർത്താവിനെ ചൊല്ലി കരയുന്നവര്, കുഞ്ഞുങ്ങളെ ചൊല്ലി കരയുന്നവര് ഈ ഹല്ലേലൂയ ഈ ലൈനിലുണ്ട് എങ്കിൽ ഇന്ന് രാത്രിയിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോടാ പറയുന്നത്. അവൻ നിനക്ക് വേണ്ടി കരുതാൻ പോവുകയാണ്. അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. എങ്ങനെ കരുതും? നമുക്ക് സ്വപ്നം കാണാത്ത വിധത്തിൽ അവൻ തരുന്ന ദൈവമാണ്. എന്റെ ദൈവം കരുതലിന്റെ ഒരു വിഷയം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ മൂത്ത കുഞ്ഞിനെ 1 വയസ്സായപ്പോൾ, 1 വയസ്സ് തികയുന്നതിന്റെ 2 ദിവസത്തിന് മുമ്പ് ഞാൻ അവക്ക് ഹല്ലേലൂയ ബർത്ത്ഡേക്ക് ഒരു ഉടുപ്പ് വാങ്ങിക്കാനായിട്ട് പോയി. ആ സമയത്ത് ഇവിടെ 5 കുഞ്ഞുങ്ങളുണ്ട്, അവളെ കൂടെ കൂട്ടി 6 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ആ കടയിൽ ചെന്ന് ആ കടയുടെ ഉടമസ്ഥനോട് പറഞ്ഞു, ഒരേ കളറിലെ ഒരേ വലിപ്പത്തിലുള്ള 6 ഉടുപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അത് തന്നു. എൻ്റെ ബില്ലെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാ ഒരേ കളറിൽ ഒരേ ഉടുപ്പ്? ഞാൻ കാര്യം പറഞ്ഞു. അപ്പോഴൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ അവിടെ നിന്ന് നിൽക്കണം. ഞാൻ ഇന്ന് ആ മനുഷ്യന്റെ കയ്യിൽ ഒരു കെട്ടെടുത്ത് തന്നു. നോക്കിയപ്പോഴ് 55 റെഡിമെയ്ഡ് ഉടുപ്പ്. നോക്കണേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതലേ. ഹല്ലേലൂയ. നമ്മൾക്ക് സ്വപ്നം കാണാൻ വയ്യാത്ത വിധത്തിലുള്ള കരുതലാണ്. ഇങ്ങനെ കരുതുന്ന ഒരു ദൈവം ഉണ്ടോ എന്ന് ചോദിക്കും. ഇപ്രകാരം എന്നെ വിട്ടുവയ്ക്കുന്ന ഒരു ദൈവം ഉണ്ടോ എന്ന് ചോദിക്കത്തക്ക വിധത്തില് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിന് വേണ്ടി ആട്ടുംകുട്ടിയെ സ്വർഗത്തിലെ ദൈവം കരുതിയെങ്കിലേ ഇന്ന് രാത്രി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വഴി ദൈവം കരുതാൻ പോവുകയാണ്. നിന്റെ കുഞ്ഞിനെ ദൈവം പോവുകയാണ്. അവിടെ വിദ്യാഭ്യാസ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോവുകയാണ്. കാലങ്ങളിൽ നീ ചോദിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യ ദൃഷ്ടിയിലെ ആശ്ചര്യം എന്ന് പറയാനായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രിയിലെ നമ്മുടെ ലൈനിലുള്ള എല്ലാ മക്കളുടെ മേലും പകരുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുമോ? കരുതുന്ന ദൈവം ജീവിക്കുന്നില്ലേ? കഴിഞ്ഞ നാളുകളിൽ കരുതിയില്ലേ? കൊറോണയുടെ സമയത്ത് ദൈവം നിനക്ക് വേണ്ടി കരുതിയതെന്ന് ഓർത്തു നോക്കി. ഉറ്റവർ കൈവിട്ടപ്പോൾ, ഉടയവർ മാറിയപ്പോൾ, എല്ലാവരും മാറിയപ്പോൾ മാറാത്ത ഇമ്മാനുവേലെ, മറക്കാത്ത ഏബനേസറെ, ഹല്ലേലൂയ, നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ്. അതുകൊണ്ട് ഏലിയാവിന് വേണ്ടി ദൈവം കരുതി, അബ്രഹാമിനോ ഇസ്ഹാക്കിന് വേണ്ടി ദൈവം കരുതി, ഈ സൂമിലുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി ദൈവം കരുതി, പിന്നെയും കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലെ അവന്റെ കരുതൽ നമുക്കൊന്ന് അനുഭവിക്കാം. അവന്റെ കരുതൽ നമുക്കൊന്ന് അനുഭവിച്ചറിയാം. തമ്പുരാൻ അത്ഭുതം ദൈവമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാറ്റെയും നൽകുന്നവനായ ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 12 മക്കളുണ്ടെന്ന്. 12 മക്കളിലെ 5 പേർക്ക് വേണ്ടി ദൈവം കരുതി. തുടർന്ന് 7 പേർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. ദൈവ പൈതലെ, നീ വിശ്വസിച്ചാലേ ചില ആഴ്ചകൾക്കകം നീ മഹത്വം കാണാൻ പോവുകയാണ്. ദിവസങ്ങൾക്കകം ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കാൻ പോവുകയാണ്. അവന്റെ കരുതല്, അവന്റെ സംരക്ഷണം. ഹല്ലേലൂയ.
അനുഭവിക്കാൻ പോകുകയാണ്. വലത്തെ കൈക്ക് വേദനയാൽ ഭാരപ്പെടുത്തെങ്കില് ഇന്ന് രാത്രിയിലെ ആ വേദന പൂർണ്ണമായി ദൈവം മാറ്റാൻ പോകുകയാണ്. ശരീരമാസകലം ഭാരപ്പെടുന്നെങ്കില്, ശരീരമാസകലം അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നെങ്കില് നാളുകൾ കൊണ്ട് കരഞ്ഞ് 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 ദൈവമേ നീ എന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞ് കരയുന്ന ദൈവം ഇതിലെ സൗഖ്യം നിന്റെ അവകാശമാണ്. രോഗശാന്തി നിന്റെ അവകാശമാ. ആരോഗ്യം നിന്റെ അവകാശമാ. രാത്രി സൗഖ്യവും രോഗശാന്തിയും ആരോഗ്യവും സ്വർഗത്തിലെ ദൈവം നമുക്ക് കരുതി വെച്ചിട്ടുണ്ട്. അത് പ്രാപിച്ചെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയില് എനിക്ക് നിങ്ങളോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാന് ദൈവം തന്ന അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ 2 കാര്യമാ പറയുന്നേ. ഹല്ലേലൂയ. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവം, ആമേൻ. കരുതുന്നവനായ ദൈവം ഈ തക്ക സമയത്തെ ഉയർത്തി നിനക്ക് വേണ്ടി കരുതി, നിന്റെ മക്കൾക്ക് വേണ്ടി കരുതി, നിന്റെ ആവശ്യങ്ങൾ നടത്തി 2024 മാർച്ച് മാസം 31 തീയതിക്കകം ചിലർക്ക് ചില വിഷയത്തിന്റെ മേലെ ചില വിടുതൽ നൽകാൻ പോവുകയാണ്. ഒരു വഴി ദൈവം തുറക്കാൻ വിശ്വസിക്കുന്നു. മാർത്തിയോടും മറിയോടും ഒരൊറ്റ കാര്യം ആധികാരികമായി കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രിയിലെ എന്റെ കുഞ്ഞിന് വേണ്ടി എന്റെ ദൈവം കരുതും. നമുക്ക് വിശ്വസിക്കാം. എനിക്ക് വേണ്ടി ദൈവം കരുതുമെന്ന് വിശ്വസിക്കാം. ഞാൻ വിഷയത്തിന്റെ മേലെ ദൈവത്തിന്റെ കൈരം വയ്ക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എനിക്ക് രോഗസൗഖ്യം ദൈവം തരുമെന്ന് വിശ്വസിക്കാം. ആരോഗ്യമില്ലാത്ത ആരോഗ്യം തരുമെന്ന് വിശ്വസിക്കാം. ശരീരത്തിന്റെ ആ സകലം വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണ സൗഖ്യം ദൈവം തരുമെന്ന് വിശ്വസിക്കാം. വിശ്വാസത്തിന്റെ നായകനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതായ പ്രിയ സിസ്റ്ററിനുള്ളതായ നന്ദി ഞാൻ അറിയിക്കുന്നു. എന്റെ സ്വരം ഈ നിമിഷം വരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളോടും എന്റെ സ്നേഹവും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ദൈവഹിതമായാല് ഞാനും ഇടയ്ക്ക് ഈ സൂം മീറ്റിംഗിൽ കയറാനായിട്ട് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാനായിട്ട് ഞാനും താല്പര്യപ്പെടുന്നു. എന്നെ എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ വലിയ മോക്ക് മെയ് മാസത്തിൽ പരീക്ഷയാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇത്രത്തോളം ഞങ്ങളെ നടത്തി ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കരുതൽ ഓർക്കുമ്പോൾ നന്ദി പറഞ്ഞാലും മതിയാലും. ഒരു വസ്ത്രത്തിന് ഭാരപ്പെട്ട എനിക്ക് എന്റെ തലമുറയ്ക്ക് ദൈവം ധാരാളം നന്മ കൊടുത്ത് അവരെ നിറച്ചു. ഹല്ലേലൂയ. ഒരു മോള് ദുബായിൽ വർക്ക് ചെയ്യുന്ന നേഴ്സായിട്ട് ഹല്ലേലൂയ ഇപ്പൊ വർക്ക് ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർക്കണം, കണ്ണു തുറന്ന സമയത്ത് കൊണ്ടുവന്ന കുഞ്ഞുങ്ങളാണ്. ഇത്രത്തോളം നടത്തിയ ദൈവകൃപയെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും അറിയാലോ. ഞങ്ങൾക്ക് വേണ്ടി കരുതിയത് വർണ്ണിക്കാൻ നാവ് പോരാ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതൽ പിന്നെയും അനുഭവിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ നല്ല കർത്താവേ, ഈ സൂം മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭാരമേറിയ വിഷയത്തോടെ വേദനാജനകമായ അന്തരീക്ഷത്തില് കടന്നു വന്നതായ ദൈവത്തിന്റെ മക്കളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പൂർണ്ണമായി വിശ്വസിക്കട്ടെ. എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്റെ ദൈവം എനിക്ക് വേണ്ടി ഭവനം ഒരുക്കിയിട്ടുണ്ട്. ദൈവം എനിക്ക് വേണ്ടി ലിംഗിക്കപ്പെട്ട സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. എന്റെ ദൈവം എന്നെ ഉയർത്തുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദിനെ, ഇടയച്ചെറുക്കനായ ദാവീദിനെ രാജകൊട്ടാരത്തിലേക്ക് ഉയർത്തി. യോസേപ്പിനെ, കുണ്ടറയിൽ കിടന്ന യോസേപ്പിനെ, പൊട്ടക്കണത്തിൽ വീഴപ്പെട്ട യോസേപ്പിനെ, പൊത്തിപ്പേരുടെ ഭവനത്തിലായിരുന്ന യോസേപ്പിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. മോശ ആമേൻ നൈൽ നദിയിൽ വീണപ്പോൾ അവനെ ഉയർത്തിയത് ഹല്ലേലൂയ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാനാണ് അവനെ നൈൽ നദിയിൽ ദൈവം ഇട്ടത്. ഇന്ന് രാത്രി കർത്താവെ ഞങ്ങളെ ഘട്ടത്തിലാക്കിയത് ഞങ്ങളെ ഒരു ഉന്നത സ്ഥാനത്ത് എത്തിക്കാനാണെന്ന് പൂർണ്ണമായി വിശ്വസിപ്പാന്, പൂർണ്ണമായി സ്വർഗത്തിലെ ദൈവം കൃപ നൽകണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. നീ യാക്കോബിനേക്കാൾ വലിയവനായ ദൈവമാ, ശലോമോനേക്കാൾ വലിയവനായ ദൈവമാ. ആ ദൈവം രാത്രി എല്ലാ മക്കളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കാല്. ഹല്ലേലൂയ. നീ ഇറങ്ങി വന്നിരിക്കാല്. ഉടാറബല ക്ഷൈതലവോട റഗമന രാജീതലബോഷാരാജ. ഹല്ലേലൂയ. നീ ഇറങ്ങി വന്ന് ചില ജീവിതങ്ങളെ തൊട്ടതിനാൽ നിന്നെ സ്തുതിക്കുന്നു. പിന്നെയും ചില നന്മ പകരാൻ പോവുകയാണ്. വേദനയോട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വേദന മാറട്ടെ.
മാറട്ടെ. അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ജീവിക്കുന്നവനായ കർത്താവിനെ ആരാധിച്ച് ബലപ്പെടുമ്പോൾ സ്വപ്നം കാണാത്ത ചില അന്തരീക്ഷത്തിൽ കൂടെ കടത്തിവിടാൻ പോകുകയാണ്. സ്തോത്രം. പ്രാർത്ഥന കേട്ടാൽ നിന്നെ സ്തുതിക്കുന്നു യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. സിസ്റ്ററിന് ഞാൻ നന്ദി പറയുന്നു. എനിക്കുള്ള കടപ്പാടും സ്നേഹവും വന്ദനം എല്ലാം ഞാൻ അറിയിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക്സ് സിസ്റ്റർ. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. എനിക്കറിയത്തില്ല, എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു പോയി. കാര്യം ഇത്രയും വലിയ കാര്യങ്ങൾ, ഹല്ലേലൂയ, ഇത്രയും വർഷം ആ കിട്ടിയ ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, ഹല്ലേലൂയ, ഈ ദേവദാസി ഹല്ലേലൂയ ശക്തമായി ഉപയോഗിക്കപ്പെട്ടു. വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഹല്ലേലൂയ അത്ഭുത സാക്ഷിയാണ് നമ്മുടെ അമ്മിണി ആൻറ്റി. അമ്മിണി അമ്മ എന്ന് ഞാൻ വിളിക്കും. ഹല്ലേലൂയ. അത്രമാത്രം സ്നേഹമാണ് ആ വാക്കുകളിൽ ചൊരിയപ്പെടുന്നത്. ഹല്ലേലൂയ. ഐ ആം വെരി ടച്ച്ഡ്. ഐ എം വെരി ഹാപ്പി. എനിക്കറിയത്തില്ല കർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെ ഒഴുകുക. സിസ്റ്റർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു. കടന്നു വന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാവരോടും കർത്താവ് സംസാരിച്ചല്ലോ ദേവദാസിയിലൂടെ. ഇത്ര വലിയ ഹല്ലേലൂയ ദേവദാസിയെ നമ്മുടെ നടുവിൽ കർത്താവ് അയച്ചതിന് എൻ്റെ കർത്താവിനെ എത്ര സ്തുതി പറഞ്ഞാലും മതി വരത്തില്ല. ഇനിയും കർത്താവിൻ്റെ ദാസി നമ്മുടെ എല്ലാ മീറ്റിങ്ങിനും വരണം. ഞങ്ങളുടെ ഒരു അമ്മയെ പോലെ ഞങ്ങളെ ഗൈഡ് ചെയ്യണം, ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങളെ ഉപദേശിക്കണം. ഞങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളെ എല്ലാ ചൊവ്വാഴ്ച സൂം മീറ്റിങ്ങിലും സിസ്റ്റർ അമ്മിണി അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു ഇന്ന് രാത്രി. എനിവേ, എല്ലാം ബ്ലെസ്സിങ് എവ്രി വൺ ദോസ് കം ഫോർ ദിസ് മീറ്റിംഗ്. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ അടുത്ത ചൊവ്വാഴ്ച നമ്മൾ കണ്ടുമുട്ടും വിത്ത് അനദർ ബ്ലെസ്സഡ് സൂം മീറ്റിംഗ്. എനിക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് ടു മീ അറ്റ് മൈ നമ്പർ 8138814577. നമ്മൾ ആശീർവാദം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഓരോരുത്തരോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയൻസ് എന്ന ദൈവത്തിന് നമുക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം പറയണമേ. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. ഓക്കെ, എന്തുണ്ടെങ്കിലും വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്, മേ ഗോഡ് ബ്ലെസ് യു.